നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പ്രതികരണവും തിരുത്തും. നടിയെ ആക്രമിച്ച കേസിൽ ടി.പി. സെൻകുമാറിന്റെ വിമർശനങ്ങളെ തള്ളി ലോക്നാഥ് ബെഹ്റ. അന്വേഷണം ശരിയായ ദിശയിൽ, വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഉദ്യോഗസ്ഥ സംഘം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ബെഹ്റ. വിശദീകരണം: സെൻകുമാറിന്റെ വിമർശനങ്ങൾക്കെതിരായ ബി സന്ധ്യയുടെ പരാതിയിൽ നൽകിയ മറുപടി കത്തിൽ ദിനേന്ദ്ര കശ്യപിന് പരാതിയുണ്ടെന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്നും പോലീസ് മേധാവി. ബെഹ്റയുടെ വിമർശനത്തിന് പിന്നാലെ ആരോപണത്തിൽ വിശദീകരണവുമായി ടി.പി. സെൻകുമാർ. വാരികയിൽ വന്നത് അർദ്ധസത്യങ്ങൾ. തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചു. പറഞ്ഞത് ചോദ്യം ചെയ്ത ദിവസം തെളിവില്ലായിരുന്നുവെന്ന്. തെളിവ് ശേഖരണം പൂർത്തിയാക്കിയ ശേഷം വേണമായിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്യേണ്ടിയിരുന്നതെന്നും പ്രതികരണം. ഓരോ കേസിനും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് സെൻകുമാർ. തെളിവും സംശയവും രണ്ടും രണ്ടാണ്. ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ദിനേന്ദ്ര കശ്യപ് ഉണ്ടായിരുന്നില്ല? അന്വേഷണ തലവൻ കഴിവുള്ള ഉദ്യോഗസ്ഥനെന്നും സെൻകുമാർ. ഒളിവിൽ മറയുന്ന തെളിവുകൾ. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് ശക്തമായ തെളിവ് ശേഖരിക്കാനാവാത്ത വിഷമസന്ധിയിൽ പോലീസ്. പ്രതി പൾസർ സുനി ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ലെന്ന സൂചന. സംശയങ്ങൾക്ക് വ്യക്തത തേടി കൂടുതൽ താരങ്ങളുടെ മൊഴിയെടുക്കും. നടി കാവ്യ മാധവനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ജയിലിൽ ഫോൺ എത്തിച്ചത് സഹതടവുകാരന്റെ സുഹൃത്ത് മഹേഷ് എന്ന പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. ഒളിവിലുള്ള മഹേഷിനായി വ്യാപക തിരച്ചിൽ. നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചത് പണം ആവശ്യപ്പെട്ടെന്നും സുനി. ഗൂഢാലോചന സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിച്ചെന്നും പോലീസ്. അതേസമയം പോലീസ് മർദ്ദനത്തെക്കുറിച്ചുള്ള സുനിയുടെ ആക്ഷേപം കസ്റ്റഡി അവസാനിപ്പിക്കാനുള്ള തന്ത്രമെന്ന് നിഗമനം. കസ്റ്റഡി റദ്ദാക്കാനുള്ള സുനിയുടെ ഹർജി കോടതി അംഗീകരിച്ചാൽ ഗൂഢാലോചനയ്ക്ക് തെളിവ് തേടുന്ന പോലീസിന് തിരിച്ചടിയാകും. പ്രതിക്ക് വേണ്ടി ഇന്ന് അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുമെന്നും സൂചന. അഴിച്ചാൽ തീരാത്ത കുരുക്ക്. കാലിത്തീറ്റ കേസിനു പിന്നാലെ ലാലുവിന് പുതിയ കുരുക്കുമായി CBI. റെയിൽവേ മന്ത്രിയായിരിക്കെ ലാലു നൽകിയ കരാറുകളിലെ ക്രമക്കേടുകളിൽ RJD മേധാവിക്കും ഭാര്യ റാബ്രി ദേവിക്കും മകൻ തേജസ്വി യാദവിനുമെതിരെ കേസ്. അഴിമതിക്ക് തെളിവ് തേടി റാബ്രി ദേവിയുടെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ CBI റെയ്ഡ്. ക്രമക്കേടുകൾ കണ്ടെത്തിയത് 2006-ൽ റാഞ്ചിയിലും പുരിയിലും റെയിൽവേ ഹോട്ടലുകളുടെ നടത്തിപ്പിനായി സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയ കരാറുകളിൽ. പ്രത്യുപകാരമായി ലാലുവിനും കുടുംബത്തിനും പാറ്റ്നയിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി ലഭിച്ചതായി CBI. ഈ ഭൂമിയിൽ ലാലുവിന് ബന്ധമുള്ള നിർമ്മാണ കമ്പനി വ്യാപാര സമുച്ചയം പണിയുന്നതായും കണ്ടെത്തൽ. മാറ്റത്തിന്റെ G20. കലുഷമായ ലോകാന്തരീക്ഷത്തിൽ വൻ ശക്തി രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിന് തുടക്കം. ജർമ്മനിയിലെ ഹാംബർഗ് ആതിഥ്യമരുളുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഉച്ചകോടിയിലെ ശ്രദ്ധാകേന്ദ്രമാകാൻ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ആദ്യമായി നേർക്കുനേർ. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള ഭീകരത, വ്യാപാര കരാറുകൾ, ആരോഗ്യ പരിരക്ഷ എന്നിവ മുഖ്യ അജണ്ട. പാരീസ് ഉച്ചകോടി ബഹിഷ്കരിച്ച് ട്രംപിനോടുള്ള എതിർപ്പ് ലോകരാജ്യങ്ങൾ പരസ്യമാക്കാം. യോഗത്തെ ശബ്ദായമാനമാക്കാൻ ഖത്തർ ഉപരോധവും ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണവും. തുറന്ന വ്യാപാര കരാറുകളുടെയും സ്വതന്ത്ര വിപണിയുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ചർച്ചകളും യോഗത്തിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.